KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ S5 സ്ട്രക്ചറൽ അനാലിസിസ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളിലെ തിയറിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു ഐട്രേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് ക്യാരി ഓവർ മൊമെൻറ്റ്. ക്യാരി ഓവർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മൊമെൻറ്റിൻ്റെ ഒരു പാർട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലേക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അങ്ങനെ എന്തോരമാണ് പോകുന്നത്, നമ്മൾ അപ്ലൈ ചെയ്ത മൊമെൻറ്റിൻ്റെ എന്തോരം പോർഷൻ അപ്പുറത്തോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ക്യാരി ഓവർ മൊമെൻറ്റ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോട്ടിൽ കാണുന്ന ഫിഗറിനകത്ത് എ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്, അതൊരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. അതിൽ നമ്മളൊരു എം എന്ന് പറയുന്ന മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് ആ സപ്പോർട്ടിൽ ഉണ്ടാകുന്ന റൊട്ടേഷനാണ് തീറ്റായെ. ഈ അപ്ലൈ ചെയ്ത എം എന്ന് പറയുന്ന മൊമെൻറ്റിൻ്റെ ഒരു പാർട്ട് തൊട്ടപ്പുറത്തുള്ള ബി എന്ന് പറയുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടിലേക്ക് പാസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എം ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ എം ഡാഷ് എന്ന് പറയുന്നതാണ് എന്ത്, ക്യാരി ഓവർ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ക്യാരി ഓവർ മൊമെൻ്റ് ആയിട്ട് നമ്മൾ എത്രയാണ് എടുക്കുക, ബാലൻസിങ് മൊമെൻറ്റിൻ്റെ എന്തൊരു പാർട്ടാണ് ക്യാരി ഓവർ മൊമെൻ്റ് ആയിട്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ പഠിച്ചിരുന്നു. ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്ന ആ റേഷ്യോ ആണ്. അതായത് നമുക്ക് ഫിക്സഡ് എൻഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മൊമെൻറ്റ് എം ഡാഷ് ബൈ നമ്മൾ ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എം എന്ന് പറയുന്ന മൊമെൻറ്റിൻ്റെ റേഷ്യോ. നെക്സ്റ്റ് വൺ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു എൻഡിനെ യൂണിറ്റ് ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എൻഡിൽ എന്തോരം മൊമെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്റ്റിഫ്നെസ് എന്ന് വിളിക്കുക. അതിനെ കെ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ജോയിൻറ്റ്, ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അതിനകത്ത് ഒ എന്ന് പറയുന്ന ജോയിൻറ്റ്, അതിലേക്ക് എന്താ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഒ. ആ ഒയിലേക്ക് നമ്മളൊരു മൊമെൻറ്റ് എം ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ എം എന്ന് പറയുന്ന മൊമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻസ് ആയിരിക്കും ഓരോ മെമ്പറിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക, അല്ലേ? അതിൻ്റെ ഓരോ റേഷ്യോയിലായിരിക്കും ഓരോ മെമ്പറിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക. ആ റേഷ്യോനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് വിളിക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത മൊമെൻറ്റിൻ്റെ എന്തോരം ഭാഗം ഓരോ മെമ്പറിലേക്ക് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് ഓരോ മെമ്പറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ DF എന്ന് പറയുന്നത്. അപ്പോൾ DF ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചതാണ്. ദെൻ അടുത്ത എന്ന് പറയുന്നത് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എഴുതിയില്ലായിരുന്നു, ഇക്വേഷൻ ഫോമുലേറ്റ് ചെയ്തില്ലായിരുന്നു. ആ ഇക്വേഷൻസ് ജസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ സ്റ്റിഫ്നെസ് കെൻ്റെ ഇക്വേഷൻ, ഫാർ ആൻഡ് ഫിക്സ്ഡും ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആകുമ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രോബ്ലത്തിൽ പഠിച്ചു. ആ സെയിം ഇക്വേഷൻസ് DF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷനൊക്കെ എഴുതിയിരിക്കുന്നതാണ്. ദെൻ അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്ത് സ്വേ ആൻഡ് സെറ്റിൽമെൻറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്രെയിം വരുമ്പം ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിമിൽ സ്വേ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. രണ്ട് രീതിയിലാണ് ഡിസൈൻ അതിൻ്റെ അനാലിസിസ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രെയിം കണ്ടുകഴിയുമ്പോൾ അത് സ്വേ ഉള്ളതാണോ അല്ലയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് വൺ, അതിൽ ഹൊറിസോണ്ടൽ ലോഡ് എന്തെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വേ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കോളത്തിനും രണ്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ, ഡിഫറെൻറ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ അതിൽ സ്വേ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ദെൻ അൺസിമെട്രിക്കൽ ആണെങ്കിൽ, ലോഡിംഗ് ഒക്കെ അൺസിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ സ്വേ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് രണ്ട് കോളത്തിനും രണ്ട് ലെങ്ത് ആണെങ്കിൽ, ഡിഫറെൻറ്റ് ലെങ്ത് ആണെങ്കിലൊക്കെ സ്വേ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ സ്വേ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് ഈ മൊഡ്യൂളിലുള്ള തിയറി.